ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പീച്ചിങ്ങ ഇഷ്ടമാണോ? ഇത് വച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിന് അപ്പത്തിനൊക്കെ പറ്റിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പീച്ചിങ്ങ നമ്മുടെ തൊലിയൊന്നും ചെത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരിക്ക് സൈഡിൽ ചെറിയ രീതിയിലൊന്ന് പൊങ്ങി നിൽക്കുന്ന സാധനം മാത്രം ഒന്ന് ചീവി കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു പീച്ചിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ 4ആയിട്ട് കീറിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ വാങ്ങുമ്പോൾ ചെറിയ പിഞ്ച് നോക്കി മേടിക്കേണ്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് മുറ്റിയതായി പോകും. അപ്പം ഇതാകുമ്പോൾ കുരു ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരു ഒന്നും വന്നിട്ടില്ല, നല്ല പിഞ്ചാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വറ്റൽ മുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതി, നല്ല നീളനയല്ല, കുറച്ച് ചെറിയ രീതിയിലെന്ന് വെച്ചാൽ ഒരു സവാള 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെയാണ് ഞാൻ നീളനെ അരിഞ്ഞത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ഒത്തിരി നീളനെ കിടക്കത്തില്ല, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചതച്ച് വേണേലും ഇടാൻ, ഞാനിത് അല്ലാതെയാണ് അരിഞ്ഞാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഒത്തിരി കൂടുതലാണ് ഞാൻ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ ഇവിടെ വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ചതച്ച് വേണേലും ചതച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലാം നല്ല രീതിയിൽ വശക്കി കൊടുക്കുക കേട്ടോ. 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം നല്ല രീതിയിൽ വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു തക്കാളി ഉണ്ട്, ഒരു തക്കാളി കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നല്ല വശങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ലൊരു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടൊരു നല്ല ടേസ്റ്റായിട്ടൊരു റെസിപ്പിയാണ്. ഇത് തോരൻ വെക്കും, മെഴുക്കുവരട്ടി വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം നല്ല രീതിയിൽ വശങ്ങി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളെന്ന് വെച്ചാൽ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഞാൻ പിരിയ മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തത്. പിരിയ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ ചുമക്കെ വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് പീച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലോട്ട് പീച്ചിങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേവിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിയുടെ മസാലയിലും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒത്തിരി കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതിൽ പീസൊന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല, അപ്പോൾ അലിഞ്ഞു പോവേ. അതുകൊണ്ട് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിച്ച് നോക്കി കേട്ടോ. വളരെ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.